ചിക്കുകാര് കുപ്പ കുപ്പായിട്ടാണ് കേട്ടാൽ. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നൊരു മനോഹരമായ സ്ഥലത്തേക്കാണ് പോകുന്നത്. ഞാൻ കാണിച്ച് തരട്ടെ. അപ്പോൾ എൻ്റെ മനോഹരി ഒരാളിതാ ഓട്ടോറിക്ഷയും വെയിറ്റ് ചെയ്ത് ഞങ്ങൾ നിൽക്കുകയാണ്. പരമേ ഇവിടെ അവിടെയോടെ ചെളിയാക്കരുത് ഗൈസ്. ഞങ്ങളിന്ന് അമ്പലത്തിലേക്ക് പോവാട്ടോ, പൂന്താനത്തേക്ക്. ടാറ്റ ബൈ ബൈ. നമ്മൾ പറയും ടാറ്റ കൊടുക്കും, പാറിച്ചിരിക്കാതെ പറയും. ഞങ്ങൾ അമ്പലത്തിൽ പോവാണെന്ന് പറയും. ഞങ്ങൾ അമ്പലത്തിൽ പോവാണെന്ന് പറയും. പൂന്താനം ശരിക്കും പറയും പൂന്താനം. കൂട്ടുകാരെ നിങ്ങൾ പോരുന്നോ? അപ്പം അങ്ങനെ കൂട്ടുകാരെ അതാണ് കേട്ടോ ഞങ്ങളുടെ സ്വന്തം ചെറുകോട് അങ്ങാടി. അപ്പോൾ അതിൻ്റെ ഇടയിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ചെറുകോട് സ്കൂളിലേക്ക് എത്തിട്ടോ. ഞാൻ പഠിച്ച സ്കൂളുണ്ട് ഇതിൻ്റെ അപ്പുറത്ത് കടകളുടെ ഒക്കെ അപ്പുറത്തിട്ടോ. അപ്പോൾ ഇത് നേരെ പോകുന്ന വണ്ടൂർ റോഡ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് പോകുന്ന റോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെരിന്തൽമണ്ണ റൂട്ട് കേട്ടോ. നമുക്ക് പെരിന്തൽമണ്ണ റൂട്ടാണ് പോകേണ്ടത്. നമ്മൾ അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് ചെറുകോട്ടേക്ക് നമ്മൾ ഓട്ടോയ്ക്ക് പോകുന്നു. ഇനി പോകുന്ന റോഡാണ് പെരിന്തൽമണ്ണ റോഡായിട്ട് നേരെ പോകുന്നത് പെരിന്തൽമണ്ണയ്ക്ക്. അപ്പം അങ്ങനെയാണ് ഇതാണ് നമ്മുടെ സ്വന്തം ചെറുകോട് അങ്ങാടി. കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു നടിക്കുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പു കേറ്റുന്നതും ഭവാൻ. എത്രയോ കാവ്യാത്മകമാണില്ല വരികൾ, എത്രയോ അർത്ഥം നൽകുന്നു. മഹാകവി പൂന്താനത്തിൻ്റെ പ്രശസ്തമായ നാട് പൂന്താനം. അപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് പൂന്താനം ക്ഷേത്രത്തിലാണ് കേട്ടോ. പൂന്താനം ഇല്ലത്തോട്ട് നമ്മൾ പോകണില്ല, നമ്മൾ ഇവിടുത്തെ അമ്പലത്തിൽ മാത്രമേ കേട്ടോ. പൂന്താനം ഇല്ലത്തേക്ക് നമുക്ക് പോകാൻ ടൈമില്ല, അതുകൊണ്ടാണ് കേട്ടോ. പോവാത്ത കുട്ടികളൊക്കെ കൊണ്ടാകുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ടാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പായലും താലും ഒക്കെ ആകുമ്പോഴൊക്കെ. അപ്പം നമ്മൾ ഇപ്രാവശ്യം അങ്ങോട്ട് പോകണില്ല. ഇനി എന്തെങ്കിലും പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എത്ത വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ പൂന്താനം ക്ഷേത്രത്തിൽ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളൊരു വീഡിയോ വ്ലോഗ് ഇതാണ്. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ. പൂന്താനം ക്ഷേത്രം പെരിന്തൽമണ്ണ വഴി പോകുന്നവരൊക്കെ ഒരുപാട് ആൾക്കാർ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. പൂന്താനം എന്ന് പറയുന്ന സ്ഥലവും പൂന്താനം ക്ഷേത്രവും കണ്ടിട്ടുണ്ട്. പല ആൾക്കാരും ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് പോയിട്ടൊന്നും ഉണ്ടാവില്ല. പൂന്താനം അമ്പലം നല്ല പുറംഭാഗം മാത്രം കണ്ടു പോകുന്നവരുണ്ടാവില്ല. എന്താണ് പൂന്താനം അമ്പലത്തിൻ്റെ ഉള്ളെന്ന് കേട്ടോ. അധികമായിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു നമ്പൂതിരിനെ കാണുന്നത് തന്നെ ഒരു സന്തോഷമാണ് കേട്ടോ. അയാളെ കയ്യിൽ നിന്ന് പ്രസാദം വാങ്ങി തന്നെ ഒരു സംതൃപ്തിയാണ്. ഞാൻ ചെറുപ്പം മുതൽ പറഞ്ഞാൽ ഒരു ഏകദേശം ഞാൻ 5ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയം മുതലേ അമ്പലത്തിൽ വരുമ്പോൾ ആൾ ഉണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ അന്ന് ആ സമയത്തൊക്കെ അവർ വന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ് തോന്നുന്നു. അപ്പോൾ അങ്ങനെ തുടക്കത്തിലാണ്. ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് കേട്ടോ. എനിക്ക് ആളെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ഒരു ചൈതന്യം തന്നെയാണ്. ഇതാണ് പൂന്താനം അമ്പലത്തിൻ്റെ ഉള്ളിൽ പൂന്താനം നമ്പൂതിരിയുടെ ഒരു ഫോട്ടോ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കൃഷ്ണനെ അത്രമേൽ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് പൂന്താനം. പിന്നെ പൂന്താനത്തിനെ കുറിച്ച് അധികം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, എല്ലാ ആൾക്കാർക്കും അറിയാമല്ലോ പൂന്താനം, ജ്ഞാനപ്പാനയും പൂന്താനത്തെക്കുറിച്ചൊക്കെ. അപ്പം നല്ല മഞ്ചാടി കുന്നിക്കുരു ഒക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ ഇങ്ങനെ വികൃതി അല്ലെങ്കിൽ തന്നെ വികൃതിയാണ്, വികൃതിക്കൊരു കുറവുമില്ല. അപ്പോൾ പാറും ചാരും അതിലങ്ങനെ വാരി കളിച്ചിട്ടോ കുറച്ച് നേരം. അവർക്കിത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പാറും ചാരും കാര്യമായിട്ട് ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുന്നതായിരുന്നു കേട്ടോ. തൊഴുതിറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് ഇവിടെ തന്നെയായിരുന്നു. പിന്നെ എനിക്ക് ഒറ്റയടി വെച്ചിട്ടുള്ളൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്നിട്ട് പ്രാർത്ഥന ചുറ്റാൻ വേണ്ടി ഒന്ന് പോയി. അപ്പോൾ ഇവരുള്ള പരിപാടിയാണ് മഞ്ചാടിയിലൊക്കെ ഒരു കളിക്കല് കേട്ടോ. അപ്പോൾ ഇതാണ് കൂട്ടുകാരെ നമ്മുടെ പൂന്താനം ക്ഷേത്രം എന്ന് പറയുന്നത്. പൂന്താനം അമ്പലത്തിൽ വരുന്നവരും കാണാത്തവരും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം നമ്മൾ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ. എനിക്ക് അത്രമേൽ ഇഷ്ടമുള്ളൊരു ക്ഷേത്രമാണ്. 2016 നവംബർ 6 ഞങ്ങളുടെ വിവാഹം ഈ ഒരു ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ നടന്നിട്ടുണ്ടായിരുന്നത്.
എന്താ ഭഗവാന്റെ മുന്നിൽ വെച്ചിട്ട് അമ്മയ്ക്ക് അത്രമേലും ഇഷ്ടമാണ് കൃഷ്ണനെ. അപ്പം ഇവിടെയൊക്കെയായിരുന്നു വഴിപാട് നേർന്നിട്ടുണ്ടായിരുന്നത്. അമ്മ എന്താ അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം നടത്തിയിട്ടുണ്ടായിരുന്നു, പൂന്താനം അമ്പലത്തിൽ വെച്ചിട്ട്. അങ്ങനെ ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ എനിക്ക് പായസം കിട്ടിയിട്ടോ. അവിടെ ഒരു വേറെ ആൾക്കാർ പായസം വാങ്ങി, നല്ല പാൽപ്പായസം കിട്ടിയിരുന്നു. പിന്നെ അമ്പലത്തിൽ നിന്ന് ഞങ്ങൾക്ക് നല്ല ശർക്കര പായസവും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് കഴിക്കാനുള്ള ഭാഗ്യവും ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടുത്തെ പാൽപ്പായസം ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ലല്ലോ. പക്ഷെ ഒരു പ്രത്യേകതയാണ് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു പ്രസാദത്തിൻ്റെ ആ ഒരു രുചി, അത് എത്ര കഴിച്ചാലും ഇതായാലും നമ്മുടെ നാവിൽ നിന്ന് പോവില്ല, അത്രയും ടേസ്റ്റാണല്ലേ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇവിടുത്തെ പാൽപ്പായസം. അതുപോലെ തന്നെ അരിപ്പായസം കേട്ടോ, അതായത് ശർക്കര പായസം, നെയ്ച്ചെടുത്ത നെയ്തിച്ചോറും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇവിടെ. അതേപോലെ തന്നെ അമ്മ ഇവിടെ വെണ്ണയൊക്കെ കഴിക്കാറുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കേട്ടോ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നത്. ഏകദേശം ഒരു 2.5-3 വർഷമായിട്ടുണ്ടാവും ഇപ്പോൾ അമ്പലത്തേക്ക് വന്നിട്ട്. അതുപോലെ തന്നെ ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു ക്ഷേത്രത്തിലുണ്ടായിരുന്നു. ആദ്യമൊക്കെ വലിയൊരു ആൽമരമൊക്കെ ഉണ്ടായിരുന്നു, പിന്നെ അത് മുറിച്ച് പോയി. അപ്പം ഇതാണ്ടോ നമ്പൂതിരി ഇങ്ങനെ പോയപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹത്തിനെ കാണുന്നതിനായിട്ട്. ഒരു ചൈതന്യമാണ് ആ ക്ഷേത്രത്തിൻ്റെ ഐശ്വര്യം തന്നെ പറയാം. അത്രയും എന്താ ഒരു ചൈതന്യമുള്ള ഒരാളാണ് കേട്ടോ നമ്മുടെ നമ്പൂതിരി എന്ന് പറയുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കാം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയണം എന്താണെന്നോ, പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ നല്ല പായസം, അടിപൊളി നല്ല അരിയുള്ള പായസം കേട്ടോ, നല്ല അടിപൊളിയാണ്. ഇത് എന്താ നെയ്യും അതുപോലെ തന്നെ പഴവും ഒക്കെ ഒന്ന് കൂടി ചേർന്നപ്പോൾ, ശർക്കരയൊക്കെ ഒന്ന് കൂടി ചേർന്നപ്പോൾ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ നിറയെ കിട്ടിയായിരുന്നു. അപ്പോൾ എനിക്കുള്ളത് എടുത്ത് വെച്ചതാട്ടോ അമ്മ. കുട്ടികൾക്ക് എല്ലാവർക്കും കൊടുക്കൽ കഴിഞ്ഞപ്പോൾ കുട്ടികളൊക്കെ വയറ് വെച്ച് കഴിച്ചു, എനിക്കും കിട്ടി. അത്രയും ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അമ്പലത്തിലെ പായസം ഇഷ്ടപ്പെട്ട എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ട് ഞാൻ സമർപ്പിച്ചുകൊണ്ട് ഞാൻ കഴിക്കുന്നു. ആരും കൊതി കൂടരുത്. ഞാൻ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാനൊരു വോയിസ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഇല്ലത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ വേറൊരു ദിവസം ഞാൻ ഇനി പോകാൻ പറ്റുകയാണെങ്കിൽ ഇല്ലതൊക്കെ ഒന്ന് കാണിച്ചിട്ടുള്ളൊരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നതാണ്. ഇല്ലത്തേക്ക് ഇപ്രാവശ്യം പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു സംഭവം കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ആലാണ് ഇത്. ആലിലെ തിളത്ത് വന്നിരിക്കുന്നത് നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട്. ആലിൽ കിടക്കുന്നു ഉണ്ണിക്കണ്ണൻ എന്നാണ് പറയുക. ആലയിൽ അങ്ങനെ തിളത്ത് വന്നപ്പോൾ അങ്ങനെ കാണാൻ തന്നെ നല്ലൊരു ഭംഗി. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഒരു ഫുൾ ഭാഗം ഇങ്ങനെ കേട്ടോ. അതിന് ശേഷം അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി ഞങ്ങൾ നാട്ടിലോട്ട് തിരിച്ചു. അങ്ങനെ ഞങ്ങൾ ബസ്സിലിങ്ങനെ കയറി. പാറുവിനാണെങ്കിൽ ഇവിടെ തന്നെ വന്നിരിക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്ത്. അപ്പോൾ അങ്ങനെ പാറു കൊണ്ടിരിക്കുന്നത്. പാറുവിന് തന്നെ ബസ്സിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികളെന്ന് തന്നെ ഞങ്ങളിപ്പോൾ അങ്ങനെ ബസ്സിലൊന്നും പോകില്ല, ഞങ്ങൾ ഓട്ടോയ്ക്ക് തന്നെയല്ലേ പോകാറുള്ളത്. ഏട്ടൻ്റെ ഒപ്പമാണല്ലേ പോകുമല്ലോ. അപ്പോൾ വീട്ടിലായപ്പോഴാണ് ഇപ്പോൾ ഇങ്ങോട്ട് ക്ഷേത്രത്തേക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ബസ്സിലിങ്ങനെ പോകുന്നു. അടിപൊളി നല്ല വൈബ്. ഈ ഒരു സീറ്റിലിരുന്ന് ഇങ്ങനെ പോകുക എന്ന് പറയുന്നത്, ഈ പുറം കാഴ്ച കണ്ടിരിക്കുക എന്ന് പറഞ്ഞതും ഒരു വല്ലാത്തൊരു നൊസ്റ്റുമാണ്. എൻ്റെ ഇടയിൽ നല്ലൊരു പാട്ടും കൂടി ഉണ്ടെങ്കിൽ പൊളിക്കൂലേ. അപ്പോൾ ഈ ബസ് യാത്ര ഇഷ്ടപ്പെടുന്ന എല്ലാ മുത്തുമണികൾക്കും വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് സമർപ്പിക്കും.